എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 10-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ദ വിസ്പർ. തങ്ങളുടെ പിതാവിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ലൂസിയും സഹോദരൻ അഡ്രിയയും വീടുവിട്ടിറങ്ങുന്നതും പിന്നീട് അവർ എത്തിച്ചേരുന്നത് വിജനമായ ഒരു വലിയ കൊട്ടാരത്തിലാണ്. അവിടം സുരക്ഷിതമായ ഒരു ഇടമാണെന്ന് കരുതിയിരുന്നെങ്കിലും ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ അവരെ കാത്തിരുന്നത് ഭീതിജനകമായ ചില രഹസ്യങ്ങളായിരുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഗുസ്താവോ ഹെർണാണ്ടസ് സംവിധാനം ചെയ്ത ഈ സിനിമ മനുഷ്യന്റെ ക്രൂരതയും സൈക്കോളജിക്കൽ ഹൊററും ഒന്നിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ക്ലൈമാക്സോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് ദായം. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി തന്റെ മാതാവിന്റെ മരണശേഷം നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും കുടുംബത്തിലെ ദുരാചാരങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ദ പാരഡൈസ് മർഡേഴ്സ്. ഒരു പഞ്ചനക്ഷത്ര ബീച്ച് റിസോർട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മരണവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അന്വേഷണവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് ഫാന്റസി റൊമാന്റിക് കോമഡി ചിത്രമാണ് ഡബിൾ ഒക്യുപ്പൻസി. അശ്വിൻ കുന്ദസ്വാമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സന്തോഷ്, രേഷ്മ വെങ്കടേഷ്, സംയുക്ത വിശ്വനാഥൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരേ ശരീരത്തിൽ സ്ത്രീയായും പുരുഷനായും ജീവിക്കേണ്ടി വരുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹൊറർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർ മാൻ. ടോം കെന്നഡി തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർബാങ്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നതും അവിടെ നിന്നും തന്റെ മകനെ ദി വിസ്പർമാൻ എന്ന പേരുള്ള സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്കു, മലയാളം ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തിയ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഡോസ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടക്കുന്ന ദുരൂഹമായ മരണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറ്റാന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. വ്യത്യസ്തമായ ഒരു അന്വേഷണ രീതി പിന്തുടർന്നുകൊണ്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി മെഡിക്കൽ ലോകത്തെ ക്രൈം പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയാണ് ഡോസ്. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ആഹ OTT പ്ലാറ്റ്ഫോം, ലയൺസ്കേറ്റ് പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് ആദർശ് ബാൽ വിദ്യാലയ്. തമാശയും വൈകാരികമായ നിമിഷങ്ങളും ഒരേപോലെ കോർത്തിണക്കി ഒരു തകർന്ന സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെ കഥയാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 24 മുതൽ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി പരിമള ആൻഡ് കോ. 10 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയാണ്. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ. C5ലൂടെ തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാന്റിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 29 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ബാലൻ ദ ബോയ്. ഒരു അമ്മയുടെയും മകന്റെയും അതിജീവനത്തിന്റെ കഥ പറയുന്ന ആഴമേറിയ ഒരു സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലറാണ് ബാലൻ ദ ബോയ്. തിയേറ്ററിൽ നിന്നും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 10 കോടിക്കും 12 കോടിക്കുള്ളിലാണ്. എന്നാൽ ഈ മൂവിയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടി 24 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C കേരളവുമാണ്. ചിദംബരം സംവിധാനം ചെയ്ത ഈ ഇമോഷണൽ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി പാൻ ഇന്ത്യൻ ഭാഷകളിൽ ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ വെബ് സീരീസ് ആണ് ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് പരമ്പരയിലെ ഫൈനൽ സീസണാണിത്. ഈ ഹിറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ഓഗസ്റ്റ് മാസം 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇമോഷണൽ റൊമാന്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഹിന്ദി മൂവിയാണ് പതി പത്നി ഓർ വോദോ. മെയ് മാസം 15 റിലീസ് ചെയ്ത ഈ കോമഡി മൂവിയിൽ ആയുഷ്മാൻ ഖുറാന, വാമിക ഗപ്പി, സാറ അലി ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഫ്രഞ്ച് ആക്ഷൻ സയൻസ് ഫിക്ഷൻ സീരീസ് ആണ് ദ സെന്റിനൽസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1915 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മുൻനിരയിൽ പോരാടിയ ഗാബ്രിയൽ ഫെറോഡിന് മാരകമായി പരിക്കേൽക്കുകയും അങ്ങനെ ഗബ്രിയൽ മരിച്ചുവെന്ന് കുടുംബം കരുതുകയും എന്നാൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ ഒരു ശാസ്ത്രീയ പരീക്ഷണത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക സെറം ഗബ്രിയലിന്റെ ശരീരത്തിൽ കുത്തിവെക്കുകയും ഇതോടെ അവൻ സാധാരണ മനുഷ്യനേക്കാൾ ശക്തനായി മാറുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ലയൺസ്കേറ്റ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.